ഹലോ വെൽക്കം ബാക്ക്. നമ്മളിന്നൊരു ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചീസൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. മൈദ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് പിന്നെ 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചും കുഴയ്ക്കാം. ഞാൻ പാൽപ്പൊടി ചേർത്തുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്നത്. അല്ലെങ്കിൽ പാലൊഴിച്ച് കുഴച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1/4 കപ്പ് വെള്ളം അല്ലെങ്കിൽ പാൽ ആഡ് ചെയ്തിട്ട് നന്നായി കുഴച്ചെടുക്കണം. നല്ലതുപോലെ ഒരു 10 മിനിറ്റ് പോരാ, നല്ലതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലേ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വരുന്ന പോലെ കുഴച്ചെടുക്കുക. അത് അപ്പോഴാണ് ബണ്ണിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, നല്ല സോഫ്റ്റും ആയിരിക്കുള്ളൂ. ഇതുപോലെ നല്ലവണ്ണം കുഴച്ചെടുക്കുക. കൗണ്ടർ ടോപ്പിലിട്ട് കുഴയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഓയിൽ കുറച്ചായിട്ട് ഒഴിക്കുക. ഓയിൽ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്ത അതും ഒഴിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒന്ന് നന്നായി കുഴച്ചെടുത്തിട്ട് അതിലേക്ക് ആ ബൗളിലേക്ക് തന്നെ എണ്ണ തടവിയിട്ട് ഇതിൻ്റെ മേലെയും ഡ്രൈ ആയി പോകാതിരിക്കാൻ എണ്ണ തടവി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം 2 മണിക്കൂർ. അപ്പോൾ അതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സവാള ഇട്ട് കൊടുക്കാം. പിന്നെ അതൊക്കെ മൂത്ത് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി പച്ചമണം മാറുന്നത് വരെ വഴറ്റാം. അത് കഴിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് വേവിച്ച ചിക്കനാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയിട്ട് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിക്കാനും ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അത് നന്നായി കുറുകി വരുമ്പോൾ അത് ഇറക്കി വെക്കാം. നമ്മുടെ ബണ്ണിൻ്റെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോയതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഈക്വൽ പോർഷനാക്കി എടുത്തിട്ട് നമ്മൾ ഈ ഓവൽ ഷേപ്പിൽ പരത്തിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിംഗ് വെച്ചിട്ട് നമ്മുടെ 1 സ്പൂൺ ഫില്ലിംഗ് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചീസ് ഒരു ചെറിയ സ്ലൈസ് ചീസ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക, മടക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേക്കിംഗ് ട്രേയിലൊക്കെ ആക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ എഗ്ഗ് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ പാല് ബ്രഷും കൊണ്ട് ആക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ പാലാണ് അതിൻ്റെ മേലെ ആക്കിയത്. അത് എന്നിട്ട് വെളുത്ത എള്ളുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഞാൻ 2 എണ്ണം സ്റ്റൗ ടോപ്പിലും വെക്കുന്നുണ്ട്. ബാക്കി ഓവനിലുമാണ് വെച്ചെടുത്തത്. ഓവനിൽ വെച്ചതായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേലെ ബട്ടർ തേക്കണം. ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മെൽറ്റഡ് ആയാൽ ബ്രഷും കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ കട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ തേച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബണ്ണിന്. നമ്മുടെ ബേക്കറിയിൽ നിന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ്. പക്ഷേ ഉണ്ടല്ലോ നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചപ്പോൾ അത്ര ടേസ്റ്റ് എനിക്ക് ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ല. ഏട്ടനാ പറഞ്ഞത്. പക്ഷേ ഓവനിൽ വെച്ചത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് ഏട്ടൻ പറഞ്ഞു. സ്റ്റൗ ടോപ്പിൽ വെച്ചത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. രണ്ടിൻ്റെയും ബേക്കിംഗ് വേറെയാണല്ലോ. മേലെ നല്ല ഇതായിട്ടായിരിക്കും ഓവനിൽ വരിക. അതുകൊണ്ട് ഞങ്ങളിത് ഡിന്നറായിട്ടാട്ടോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക. സ്റ്റൗ ടോപ്പിൽ വെച്ചത് മേലെ ഇങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കും ടേസ്റ്റിൻ്റെ വ്യത്യാസം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.